എന്റെ ഭഗവാനെ, ഇത്രയും കാലം പാമ്പിൻ കുഞ്ഞിനാണല്ലോ പാല് കൊടുത്തത്. കണ്ടോ, ഒരവസരം വന്നപ്പോ ഇവള് തിരിഞ്ഞു കൊത്തിയത് കണ്ടോ? അമ്മേ, ഞാൻ ഒരിക്കലും ഈ മാല മോഷ്ടിച്ചിട്ടില്ല. ഈ മാല എങ്ങനെ എന്റെ ബാഗ് വന്നേന്ന് പോലും എനിക്ക് അറിയില്ലമ്മേ. പാവം, ഈ മാല തന്നെ നടന്നു വന്ന് നിന്റെ ബാഗിനകത്തോട്ട് കേറിയതായിരിക്കും. നിനക്ക് നാണമില്ലേടി ഇങ്ങനെ കള്ളം പറയാൻ വേണ്ടിട്ട്? നിനക്ക് എന്ന് തുടങ്ങി ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ? നിന്നെ പോലുള്ള പെരുങ്കള്ളിക്കേ ഈ വീട്ടിലെ സ്ഥാനമില്ല. ഇറങ്ങിക്കോണം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന്. അമ്മ, അമ്മ അങ്ങനെ പറയല്ലേ. ഞാൻ അമ്മൂമ്മയുടെ മാല മോഷ്ടിച്ചിട്ടില്ല. ഞാൻ സത്യ പറയുന്നേ. അമ്മ എന്നെ ഇവിടെ നിറക്കി വിട്ട ഞാൻ വേറെ എവിടെ പോവും? നീ എവിടെ പോയാലും എന്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒന്നുമില്ല. അമ്മേ, ഇവളോട് ഇറങ്ങി പോവാൻ പറ. മോള് പറഞ്ഞത് കേട്ടില്ലേടി? എന്താന്ന് വെച്ചാൽ എടുക്കാനുള്ളത് എടുത്തിട്ട് വേഗം ഇറങ്ങി പൊക്കോണം. അവളുടെ ഒരു ബാഗ്. മോളുടെ ഫോണാണല്ലോ റിങ് ചെയ്യുന്നത്. മോള് കുളിക്കുവാണോ? ഇത് ലിസിയുടെ നമ്പറാണല്ലോ. ലിസി എന്തിനാ മോളെ വിളിക്കുന്നേ? ചിലപ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാനായിരിക്കും. ലിസിയുടെ മെസ്സേജ് അല്ലേ? സംശയോ? എന്തു സംശയം? ലിസി എന്തിനെ കുറിച്ചായിരിക്കും മോളോട് ചോദിച്ചത്? കണ്ടുപിടിക്കണം.